എന്തുകൊണ്ടാണ് ചില എക്സസൈസുകൾ നമ്മൾ ചെയ്യുമ്പോൾ വളരെ വലിയ വെയിറ്റ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നു, പക്ഷെ മറ്റ് ചില എക്സസൈസിന് വളരെ ചെറിയ വെയിറ്റ് മാത്രമേ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ? ഇതിന്റെ സയന്റിഫിക് റീസൺ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒരു മൂവ്മെന്റിൽ ഏർപ്പെടുമ്പോൾ എത്രമാത്രം മസിൽസ് ആ മൂവ്മെന്റിൽ ഇൻവോൾവ് ആകുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് എത്രമാത്രം വെയിറ്റ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നത് തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് എക്സസൈസിനെ നമുക്ക് രണ്ട് മൂവ്മെന്റ് ആയിട്ട് തിരിക്കാം. അതായത് കോമ്പൗണ്ട് മൂവ്മെന്റ്സ് എന്നും ഐസൊലേഷൻ മൂവ്മെന്റ്സ് എന്നും. കോമ്പൗണ്ട് മൂവ്മെന്റ്സ് എന്നാൽ ഒന്നിൽ കൂടുതൽ ജോയിന്റുകൾ ഇൻവോൾവ് ആകുന്ന മൂവ്മെന്റ്സിനെ കോമ്പൗണ്ട് മൂവ്മെന്റ്സ് എന്നും, ഐസൊലേഷൻ മൂവ്മെന്റ് എന്നാൽ ഒരു ജോയിന്റ് മാത്രമേ ആ മൂവ്മെന്റിൽ ഇൻവോൾവ് ആകുന്നുള്ളൂ. കോമ്പൗണ്ട് മൂവ്മെന്റ്സിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ജോയിന്റ് മൂവ്മെന്റ്സിൽ നമുക്ക് കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ജോയിന്റ്സ് ഇൻവോൾവ് ആകുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഗ്രൂപ്പ് ഓഫ് മസിലുകൾ ആ മൂവ്മെന്റിൽ അല്ലെങ്കിൽ ആ എക്സസൈസിൽ ഇൻവോൾവ് ആകുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ലിഫ്റ്റ് ചെയ്യാൻ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് മസിലുകൾ നമ്മളെ സഹായിക്കുന്നു. ഇതിന് ഉദാഹരണങ്ങളായിട്ടുള്ള എക്സസൈസുകളാണ് സ്ക്വാട്സ്, ബെഞ്ച് പ്രസ്, അതുപോലെ ഡെഡ് ലിഫ്റ്റ്, ഷോൾഡർ പ്രസ് ഇവയൊക്കെ. എന്നാൽ ഐസൊലേഷൻ മൂവ്മെന്റിൽ ഒരു ജോയിന്റ് അല്ലെങ്കിൽ ഒരു മസിൽ മാത്രമായിരിക്കും ആ ഒരു മൂവ്മെന്റിൽ ഇൻവോൾവ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെയിറ്റ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരുപാട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ മസിൽസിന് ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഐസൊലേഷൻ എക്സസൈസിന്റെ എക്സാമ്പിൾസ് ആണ് കേളിംഗ് മൂവ്മെന്റ്സ്, അതുപോലെ ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ, ഡംബൽ ലാറ്ററൽ റൈസസ്, ലെഗ് എക്സ്റ്റൻഷൻ. കൂടുതൽ ജോയിന്റ്സ് ഇൻവോൾവ് ആകുന്നത് കൊണ്ട് തന്നെ കൂടുതൽ എനർജി വേണ്ടതും കൂടുതൽ കാലറി ബേൺ ആക്കുന്നതും കോമ്പൗണ്ട് എക്സസൈസുകളാണ്. ഐസൊലേഷൻ മൂവ്മെന്റ്സ് സേഫ് ആണ്, എസ്പെഷ്യലി ഫോർ ബിഗിനേഴ്സ്. ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ ഈ രണ്ട് എക്സസൈസ് മെത്തേഡുകളും പ്രോഗ്രാമിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി അയർലൻഡിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം ഫോളോ ചെയ്യുന്ന പുഷ് ഡേ വർക്കൗട്ട് പ്ലാൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്.